അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അബൂജഹലും സംഘവും സൈന്യവുമായി ബദറിലേക്ക് പുറപ്പെട്ടു. മറുഭാഗത്ത് അബൂ സുഫിയാനും കച്ചവട സംഘവും തീരദേശത്തുകൂടി രക്ഷപ്പെടുകയും ചെയ്തു. രക്ഷപ്പെട്ട വിവരം അബൂജഹൽ അബൂജഹലിനെ അറിയിച്ചപ്പോൾ അബൂജഹല് പിന്തിരിഞ്ഞില്ല. ഏതായാലും മുന്നോട്ട് വെച്ചത് മുന്നോട്ട് തന്നെ പിന്നോട്ട് വെക്കാൻ തയ്യാറായിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന സഹാബാക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് സഹാബാക്കളോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. അബൂജഹലും സംഘവും ബദറിലേക്ക് പുറപ്പെട്ട വിവരം അറിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ ഓരോന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളുമായിട്ട് ചർച്ചകൾ ചെയ്തപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സഹാബാക്കൾ ഒന്നടങ്കം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങൾ എന്താണോ പറയുന്നത്, തങ്ങളോടൊപ്പം ഏതൊരറ്റം വരെയും പ്രവർത്തിക്കാൻ ഞങ്ങളുണ്ട് എന്ന ധൈര്യസമേതമുള്ള പിന്തുണ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം ആവർത്തിക്കുകയാണ്. ഈ ചോദ്യത്തിൽ അൻസാറുകളുടെ നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. കാരണം മുഹാജിറുകളുടെ അഭിപ്രായം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞപ്പോൾ ഇനി മദീനക്കാരുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഈ ആശയങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണ, യാ റസൂലല്ലാഹ്, തങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, തങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? മദീനക്കാരായ ഞങ്ങൾ എല്ലാവരും അങ്ങയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അങ്ങയെ നല്ല രീതിയിൽ വിശ്വസിച്ചവരാണല്ലോ, പിന്നെ എന്തിനാ തങ്ങൾ സംശയിക്കുന്നത്? തങ്ങൾ ഞങ്ങളോട് പറയാണ്, ഈ ചെങ്കടലിലേക്ക് എൻ്റെ കൂടെ നിങ്ങൾ ഇറങ്ങണം എന്ന് തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ മറുത്തൊന്നും ചിന്തിക്കാതെ തങ്ങളോടൊപ്പം കൂടെ ഇറങ്ങുമല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതങ്ങ് കേൾക്കലോടുകൂടി വലിയ സന്തോഷമാണ്. കാരണം മക്കയിലുള്ള പീഡനം സഹിക്കവയ്യാതായപ്പോഴാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ വന്നത്. അപ്പോൾ മദീനക്കാര് പറഞ്ഞത്, അങ്ങയെ മദീനയിൽ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളതാണ്. മദീനയിൽ സംരക്ഷിക്കാമെന്നായിരുന്നു ഇവരുടെ അഖബ ഉടമ്പടി. ഈ മദീനയിലുള്ള മദീനക്കാര് ഇനിയിപ്പോ യുദ്ധം മദീനയുടെ പുറത്തേക്ക് ബദറിലേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്ത അവിടെ വന്നതിന്റെ പേരിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടിയിരുന്ന സഹാബാക്കളുമായിട്ട് ആലോചിച്ചത്. സഹാബാക്കളുടെ മറുപടി കേട്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സന്തോഷാവുകയാണ്. അങ്ങനെ അവിടുന്ന് സഹാബത്ത് തീരുമാനിച്ചു, യുദ്ധം ഇവിടെ നിന്ന് വേണ്ട, മദീനയിൽ നിന്നൊരൽപ്പം അങ്ങോട്ട് മാറി നിന്നിട്ട് നമുക്ക് നടത്താം എന്നുള്ളത്. മദീനയിൽ വെച്ചുകൊണ്ട് യുദ്ധം നടന്നു കഴിഞ്ഞാൽ മദീനക്കാർക്കൊക്കെയും ആ യുദ്ധത്തിനുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മദീനയുടെ അകത്ത് വെച്ച് വേണ്ട, അതിന്റെ പുറത്ത് വെച്ചാവാം എന്നുള്ള തീരുമാനത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ബദറിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും റമദാനിന്റെ 16 രാത്രി ബദറിലേക്ക് എത്തുകയാണ്. അങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ ഒരു സൈഡിലേക്ക് തമ്പടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സഹാബത്തിനോട് പറഞ്ഞു. ഉടനെ തന്നെ മഹാനായ ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു പിന്നാലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാൻ, യാ റസൂലല്ലാഹ്, ഈ സ്ഥലം അങ്ങ് തെരഞ്ഞെടുത്തത്, ഇവിടെ ടെന്റ് അടിക്കാൻ വേണ്ടി അങ്ങ് തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണോ, അല്ല യുദ്ധത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമല്ല, ഞാൻ യുദ്ധത്തിന്റെ തന്ത്രം നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഹുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു വലിയ തന്ത്രജ്ഞാനിയായിരുന്നു. ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നാം തിരഞ്ഞെടുക്കുന്ന സ്ഥലം നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം ലഭിക്കുന്ന സ്ഥലമാവണം. വെള്ളം ലഭിക്കാൻ
ഏറ്റവും അനുയോജ്യമായ സ്ഥലം. അന്ന് ബദറിൽ ഉണ്ടായിരുന്ന ആ കിണറിന്റെ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെന്റുകൾ മാറ്റി നമുക്ക് സ്ഥാപിക്കാം. അതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ആ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊന്നുകൂടി നമ്മുടെ ആത്മധൈര്യം നിലനിർത്താനുള്ള വലിയൊരു ഹേതുവായി മാറും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മലഞ്ചെരുവിലേക്ക്, ചെറിയൊരു സ്ഥലത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ മറുഭാഗത്ത് അബൂജഹലും സംഘവും തമ്പടിച്ചത് നല്ല പാറ പോലെ ഉറച്ച സ്ഥലത്തായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം നിന്നതും അത്തരത്തിലുള്ള സ്ഥലമാണെങ്കിലും ഹുബാബ് ബിൻ മുൻദിറിന്റെ ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിണറും വെള്ളക്കെട്ടും ഉള്ള സ്ഥലത്തായി നിന്നത് അവിടെ ഒരല്പം പൊട്ടിപ്പട്ടലങ്ങളും ചെറിയൊരു പതുങ്ങിയ സ്ഥലവുമായിരുന്നു. ഇവിടെ വലിയ ചിന്തിക്കാനുള്ള വലിയൊരു ദൃഷ്ടാന്തം, അള്ളാഹുവിന്റെ വലിയൊരു കാവലും വലിയൊരു സഹായവും അവിടെ നമുക്ക് ബോധ്യമാവാം. അങ്ങനെ ബദറിന്റെ അന്ന് രാത്രി അത്ഭുതകരമായൊരു മഴ അവിടെ പെയ്യുകയാണ്. വളരെയധികം സ്വഹാബാക്കൾക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടാകുന്ന, യാത്ര ചെയ്ത് ക്ഷീണിതരായി വന്ന സ്വഹാബാക്കളുടെ മനസ്സും ശരീരവും തണുക്കുന്ന രീതിയിലുള്ള നല്ല മഴയായിരുന്നു. ആ മഴയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ടെന്റ് കെട്ടിയ സ്ഥലത്തുണ്ടായിരുന്ന പൊടികളും ചളികളും ഒക്കെ ആ അന്നത്തെ മഴയിൽ കുത്തിയൊലിച്ചുകൊണ്ട് മറുപക്ഷത്തേക്ക് പോവുകയാണ്. എന്നാൽ മറുപക്ഷത്തെ അവസ്ഥ എന്താ? നല്ല ഉറച്ച സ്ഥലത്തായിരുന്നു അവർ ടെന്റ് കെട്ടിയിരുന്നത്. ഇവിടുത്തെ ചളിയും പൊടിയും ഒക്കെയും ആ കുത്തിയൊലിച്ച മഴയിൽ അവരുടെ ശത്രുപക്ഷം ടെന്റടിച്ചിരുന്ന ഭാഗത്തേക്ക് എത്തുകയും അവരുടെ നല്ല പാറ പോലെ ഉറച്ച സ്ഥലം ചളിയുള്ള വഴുക്കലുള്ള ഒരു സ്ഥലമായി അവർക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആത്മധൈര്യം അവരുടെ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ മഴ, അന്നത്തെ രാത്രിക്കത്തെ മഴ അവരെ കൊണ്ടെത്തിക്കുകയാണ്. ചിന്തിക്കുക, അള്ളാഹുവിന്റെ സഹായം ബദറിന്റെ ഓരോ സന്ദർഭത്തിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും ലഭിക്കുന്നത് അവർക്ക് വലിയ ആത്മധൈര്യമായിരുന്നു. അവരുടെ കയ്യിൽ വലിയ ആയുധ ശേഖരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.